സോ അപ്പോൾ ഇതോട് കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി പാക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകുന്ന സമയത്തേക്ക് ഫോണും ചാർജറും പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസും ഒക്കെ കൂടിയിട്ട് ക്യാരി ചെയ്യാന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് എൻ്റെ ട്രൈപോഡും എൻ്റെ ലൈറ്റും കൂടെ ഞാൻ ക്യാരി ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് കുഞ്ഞു ബേബീൻ്റെ കുഞ്ഞു ബാഗ് കണ്ടാലോ? ഓക്കെ, ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് 2 ബ്ലാങ്കറ്റ്സ് ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. മഴക്കാലമൊക്കെ അല്ലേ, നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ബ്ലാങ്കറ്റ്സും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡ്രൈ ഷീറ്റ്സുമാണ് ക്യാരി ചെയ്യണത്. 3 ഡ്രൈ ഷീറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ബ്ലാങ്കറ്റും. ഇത് ഡ്രൈ ഷീറ്റിൻ്റെ യൂസേജൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അധികം യൂസ് വരില്ല, അതുകൊണ്ടാണ് ഞാനത് താഴെ വെച്ചിരിക്കുന്നത്. ഇഫ് ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ദെൻ 2 ബ്ലാങ്കറ്റ്സുകൾ, ഭയങ്കര കോസി ആയിട്ടുള്ള ബ്ലാങ്കറ്റാണ് വെച്ചിരിക്കുന്നത്. ദെൻ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്തും ഞാനൊരു ബ്ലാങ്കറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. സോ 3 ബ്ലാങ്കറ്റ് ഇൻ ടോട്ടൽ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ബാത്ത് ടവലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ കൂടുതലും പ്രിഫർ ചെയ്ത് മേടിച്ചിട്ടുള്ളത്. ഒരു ബാത്ത് ടവൽ മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ കുളിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് വേണമെങ്കിലും ഒരു കട്ടിക്കുള്ള തുണിയായിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. ദെൻ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വാഡൽ ക്ലോത്ത്സ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്വാഡൽ ക്ലോത്ത്സ് ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ബേബി പ്രൊഡക്ട്സും ഞാൻ മീഷോന്നാണ് കേട്ടോ മേടിച്ചത്. അതിൽ തന്നെ റേറ്റിങ്സ് കൂടുതലുള്ള പ്രൊഡക്ട്സ് നോക്കിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വാഡൽ ക്ലോത്ത് ഞാനൊരു 4-5 എണ്ണം ക്യാരി ചെയ്യുന്നുണ്ട്. ഒരു ബാത്ത് ടവൽ ക്യാരി ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഹുഡഡ് ടവൽ വെച്ചിട്ടുണ്ട്. ദെൻ ലങ്കോട്ട്സുകളൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയില്ലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ നോൺ പാഡഡ് ആയിട്ടുള്ള 4 ലങ്കോട്ടാണ്. ഇതും മീഷോ തന്നെയാണ്. സോ ഇതൊക്കെ നമ്മൾ അയൺ ചെയ്ത് ലിക്വിഡ് ഡിറ്റർജൻ്റൊക്കെ ഇട്ടിട്ട്, കുഞ്ഞു ബേബീൻ്റെ ഡിറ്റർജൻറ്റിന് ഇട്ടിട്ട് അലക്കി ഇസ്ത്രി ഇട്ട് വെച്ചിരിക്കുകയാണ്. സോ നോൺ പാഡഡ് ആയിട്ടുള്ള 4 ലങ്കോട്ടും പാഡഡ് ആയിട്ടുള്ള 2 ലങ്കോട്ടുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ മിക്കവാറും പാഡുകൾ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, കുഞ്ഞു ബേബിക്ക് ഇടേണ്ടതായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും കൂടി ഞാൻ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിപ്പ് ലോക്ക് കവറിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാമല്ലോ, കെട്ടുടുപ്പുകളാണല്ലോ നമ്മൾ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ആക്സസിബിൾ ആയിട്ട് വെച്ചിട്ടുള്ളതും അത് തന്നെയാണ്. കെട്ടുടുപ്പ് നോർമൽ ഉണ്ട്, ബട്ടൺ ടൈപ്പും ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും മസ്ലിൻ്റെ ആണ്. കുഞ്ഞു കുഞ്ഞു ഡ്രസ്സാണ്, എന്ത് രസമല്ലേ. സോ നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള ഡ്രസ്സാണ്. അടിപൊളി ക്വാളിറ്റിയാണ്. മീഷോ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ജബ്ലാസ് ആൻഡ് കെട്ടുടുപ്പ് ഞാനൊരു 6 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ദെൻ ഒരു ഹോം കമ്മിങ് ഡ്രസ്സ് കുഞ്ഞാപ്പിക്ക് വെച്ചിട്ടുണ്ട്. അത് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഡ്രസ്സിൻ്റെ അതേ കളർ പോലെ തന്നെ നോക്കിയിട്ട് ഏകദേശം മാച്ച് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞ് റോംബറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. റോംബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വലുത്. സോ ഇതൊരു ഹോം കമ്മിങ് ഡ്രസ്സ് എൻ്റെ ബേബിക്ക്. ദെൻ onesies എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിതാണ് കേട്ടോ. ഇത് 2 എണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. സോ 2 onesies ആൻഡ് 2 റോംബർ. അതിലൊരു റോംബർ ഹോം കമ്മിങ് ഡ്രസ്സാണ്. ദെൻ വെച്ചിരിക്കുന്നത് ബേർപ്പിംഗ് ക്ലോത്ത്സുകളാണ്. ബേർപ്പ് തുടയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ആരാണ് കുഞ്ഞിനെ ബേർപ്പ് ചെയ്യാന്ന് അറിയില്ലല്ലോ. സോ നമ്മുടെ ഡ്രസ്സൊക്കെ എപ്പോഴും ഹൈജീനായിട്ട് ഇരുന്നോളണമെന്നില്ല. സോ ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ആളിനെ ബേർപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് ഒരു ബേർപ്പ് ക്ലോത്ത് 4 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ക്യാപ്പ്, മിറ്റൻസ് ആൻഡ് ബൂട്ടീസ്. കാരണം ഇവർക്ക് നഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് തട്ടിയിട്ട് മുഖമൊന്നും മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, തണുപ്പ് ഒന്നുകൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ക്യാപ്പ് ആൻഡ് മിറ്റൻ ബൂട്ടീസ് 2 സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പ്യുവർ വൈറ്റിൻ്റെ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇതിനകത്ത് പോകും. സോ കുഞ്ഞു ബേബീൻ്റെ ഡ്രസ്സിങ് എസെൻഷ്യൽസൊക്കെ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി ആൾക്ക് മെയിനായിട്ട് നമുക്ക് യൂസേജ് വരുന്നത് എല്ലാതും കൂടിയിട്ട് ആളുടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞ പോലെ ആളുടെ ബേസിക് സ്കിൻ കെയർ ബാഗാണിത്. ഞാൻ മദർസ് വേർഷനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഇത്. സോ കുഞ്ഞു ബേബീൻ്റെ സ്കിൻ കെയർ എല്ലാതും ഇതിനകത്ത് പോവും. ഒരു കുഞ്ഞ് നെയിൽ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്ലിപ്പ് യൂസ് ചെയ്യേണ്ട, ഫൈലർ മാത്രം മതിയെങ്കിൽ നെയിൽ ഫൈലറും കൂടെ ക്യാരി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലവ് ലാപ്പിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മേടിച്ചിട്ടുള്ള ഫീഡിങ് ബോട്ടിലും ലവ് ലാപ്പിൻ്റെ തന്നെയായിരുന്നു. ദെൻ വെറുതെ ഒരു ബേബി ലോഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ബേബി ലോഷൻ കുഞ്ഞിനപ്പം യൂസ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. ദെൻ ഡയപ്പർ റാഷ് ക്രീം ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇഫ് ഇൻ കേസ് ബേബീൻ്റെ ഡ്രസ്സ് എന്തെങ്കിലും അലക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ് പവേർഡ് ആയിട്ടുള്ള ലോണ്ടറി ഡിറ്റർജൻറ്റ് ഉണ്ട്. അതും മദർസ് പേർഷ്യൻ്റെ തന്നെയാണ് കേട്ടോ. അത് 200 ml ഒരു കുഞ്ഞെണ്ണം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വെറ്റ് വൈപ്സ്.
നമ്മളെന്തായാലും ബേബീനെ ഈ പൊക്കിൾ കൂടി വീണ വരെ കുളിപ്പിക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ തുടച്ചെടുക്കാനൊക്കെ ആയിട്ട് 99% പ്യുവർ വാട്ടറുള്ള എക്സ്ട്രാ ജെൻറ്റിൽ ആയിട്ടുള്ള വെറ്റ് വൈപ്പ്. ഇതിൻ്റെ 4 പാക്കറ്റുള്ള ഒരു പാക്കേജാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരെണ്ണം മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൊണ്ടുപോകാം. അത് മദേഴ്സ് സ്പെഷ്യൽ തന്നെ സൈറ്റിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ നമുക്ക് 50% ഓഫ് ഉണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാതും ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു കവറ് കംപ്ലീറ്റ്ലി ഡൈപ്പർ മാത്രമാണ്. നമുക്ക് ഡൈപ്പർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ എക്സ്ട്രാ ഒരു 10-12 എണ്ണം ക്യാരി ചെയ്യണമെന്ന് മാത്രം. ഇതിൽ ഞങ്ങൾ ദുബായിൽ നിന്ന് മേടിച്ച ഒരു ബ്രാൻഡും ഉണ്ട്. അതല്ലാണ്ട് പാമ്പേഴ്സിൻ്റെ തന്നെ ടേപ്പ് ഡൈപ്പേഴ്സ്, 2ഉം ടേപ്പ് ഡൈപ്പേഴ്സാണ്. ഏറ്റവും കൂടുതൽ ബേബീസിന് നല്ലത് ടേപ്പ് ഡൈപ്പേഴ്സ് ആയിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. സോ ഒരു 10 ഡൈപ്പറും കൂടി നമ്മുടെ കുഞ്ഞു ബേബീൻ്റെ ബേസിക് സ്കിൻ കെയർ ബാഗിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ബേബീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ച് കഴിഞ്ഞു. ഈ ബാഗിൽ തന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് സിപ്പ് ലോക്ക് കവേഴ്സുകൾ വെച്ചിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും യൂസിന് വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് സിപ്പ് ലോക്ക് കവറും കൂടി ബേബീൻ്റെ ബാഗിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ മേടിക്കണമെന്നും ഞാൻ പറയണില്ല. ബട്ട് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു സംഭവമായിരിക്കും എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ആദ്യമേ തന്നെ മേടിച്ച് വെച്ചു. ലവ് ലാപ്പിൻ്റെ ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പാണ്. മെക്കാനിക്കൽ മേടിക്കേണ്ടവർക്ക് അത് മേടിക്കാം. ബട്ട് നമുക്കത് എക്സ്ട്രാ ഒരു പണിയാണ്, നമുക്ക് കൈ വേദന തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വന്നിട്ടായിരിക്കും ഇതൊക്കെ യൂസ് ചെയ്യുക, കാരണം മിൽക്ക് സപ്ലൈ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണല്ലോ യൂസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ കുഞ്ഞു ബേബീൻ്റെ ബാഗിൽ കുറച്ച് സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് ഞാനിത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമ്മളെ ജനറൽ ഐറ്റംസും അതുപോലെ തന്നെ നമ്മളെ കൂടെ വരുന്നവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന സംഭവങ്ങൾ, നമ്മുടെ യൂഷ്വൽ സാധനം, ഒരു ബക്കറ്റ്, പിന്നെ കുറച്ച് പ്ലേറ്റ്സ്, തൂക്കുപാത്രം, ഗ്ലാസ്, സ്പൂൺ, ഇതൊക്കെ. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഞാനൊരു ബക്കറ്റ് മേടിച്ചിട്ടുണ്ട്, ദെൻ ഒരു കപ്പ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാവുമായിരിക്കും, ബട്ട് സ്റ്റിൽ നമ്മളൊരെണ്ണം ക്യാരി ചെയ്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സോ ടോയ്ലറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ന് ഞാൻ കരുതുന്ന ഒരു ഡെറ്റോളും, പിന്നെ ഒരു ലിക്വിഡ് ഡിഷ് വാഷറും, അതിൻ്റെ ഒരു സ്ക്രബും, ദെൻ ഹോസ്പിറ്റൽ മണം എനിക്ക് അങ്ങനെ വല്ലാണ്ട് പിടിക്കില്ല, കാരണം അതൊരു കൈൻഡ് ഓഫ് പെനോയിൽ വെച്ചിട്ടാണല്ലോ അവർ തുടക്കുക. അപ്പോൾ ആ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഫ്രഷ്നർ മേടിച്ചിട്ടുണ്ട്. ദെൻ ഒരു ടിഷ്യൂ റോള്, ദെൻ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ടിഷ്യൂ പേപ്പർ. സോ ടിഷ്യൂ പേപ്പറും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ എക്സ്ട്രാ ഒരു പ്ലാസ്റ്റിക് കവറും വേറൊരു ക്ലോത്തിൻ്റെ കവറും വെച്ചിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് അവിടെ നിന്ന് അലക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ചില ഹോസ്പിറ്റൽസിൽ മാത്രമേ അത് സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു കവറ്. ദെൻ എക്സ്ട്രാ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡയപ്പറൊക്കെ ഭയങ്കര ബ്ലഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ഡിസ്പോസ് ചെയ്യാതിരിക്കാൻ ചുരുട്ടിയൊക്കെ വെക്കാനും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ന്യൂസ് പേപ്പേഴ്സ് വരും. സോ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, ഒരു സോപ്പ്, ദെൻ ഫ്ലാസ്കോ അല്ലെങ്കിൽ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊരു ബ്രഷ്, ദെൻ ഒരു ഫ്ലാസ്ക്. ഇത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്ലാസ്ക്കാണ്, അങ്ങനത്തെ ഒന്നും ക്യാരി ചെയ്യണമെന്നില്ല, നോർമൽ ഫ്ലാസ്ക് ക്യാരി ചെയ്യുക. ദെൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3 പ്ലേറ്റ്സും 3 സ്പൂണും 3 ഗ്ലാസും ഒരു തൂക്കുപാത്രവും, കാരണം കഞ്ഞി മേടിക്കാനുള്ളതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അത്, ദെൻ അതിനുള്ളിൽ ഒരു ഫോർക്കും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ജനറലി ക്യാരി ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സോ അപ്പോൾ നമ്മൾ പച്ച ബക്കറ്റിൽ ജനറൽ ഐറ്റംസും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നമ്മൾ പോകുന്ന സമയത്തേക്ക് കത്രിക, കത്തി അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് ഷുഗർ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്കൊരു 95% എന്തൊക്കെ ബാഗിൽ പാക്ക് ചെയ്യണം എന്നുള്ളത് തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അറിയുന്നവരാരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ അടുത്ത് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എല്ലാതും ഞാനിങ്ങനെ ഓർഡർലി ചെയ്യണം എന്നല്ല കേട്ടോ പറയണത്. ചിലപ്പോൾ നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല ഉള്ളത്, ബട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ സമയമെടുത്ത്, പണ്ടത്തെ മിത്തുണ്ട്, നമ്മൾ കുഞ്ഞുണ്ടായതിന് ശേഷം മാത്രമേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പാടുള്ളൂ. അതൊക്കെ ഇപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ മണ്ടത്തരാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ എന്തോരം ഡിസീസസ് ആണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഷോപ്പിൽ പോയിട്ട് മേടിച്ചിട്ട് അതുപോലെ ഒരു കുഞ്ഞിന് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു പാപമാണ് ആ കുഞ്ഞിനോട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് അലക്കി ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ സ്കിന്നിനും നല്ലതായിരിക്കും. കുഞ്ഞു ബേബീനെ നമുക്ക് ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യുമ്പോൾ ഹൈജീനിക് ആയിട്ടും
ഹെൽത്തി ആയിട്ടും കൂടി നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതല്ല എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഡൗൺ ചെയ്തോളൂ. എനിക്ക് ഈ ബാഗ് പാക്കിങ് കുറച്ചും കൂടി സമയമുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ബാഗ് പാക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.